ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ കുഞ്ഞിന് വേണ്ടി എന്തൊക്കെ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ച് വെക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെ വാങ്ങി എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് എടുക്കുന്നത് ഇതുപോലത്തെ ഒരു ബോക്സാണ്. അപ്പോൾ ഇതിലാണ് നമുക്ക് കുഞ്ഞിൻ്റെ എല്ലാ സാധനങ്ങളും ഇതിൽ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് സുഖമായിരിക്കും. അപ്പോൾ ഞാനിത് പുതിയത് വാങ്ങിച്ചതല്ല, തനുവേണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നന്നായി കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ കോട്ടൺ വെള്ള തുണികളാണ്. അപ്പോൾ ഇത് അച്ഛൻ്റെ മുണ്ട് അല്ലെങ്കിൽ സെറ്റ് മുണ്ട്, സെറ്റ് സാരിയുടെ ഒക്കെ കരയൊക്കെ കളഞ്ഞതിന് ശേഷം വെയിലത്ത് വെച്ച് നന്നായി കഴുകി വെയിലത്ത് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കുഞ്ഞിന് ഉടുക്കാനായിട്ടുള്ള മുണ്ടായിട്ടും പിന്നെ കുഞ്ഞിനെ നന്നായി പൊതിഞ്ഞ് കുറച്ച് ദിവസം നന്നായി പൊതിഞ്ഞ് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുമായിട്ടും നമുക്ക് വെള്ളമുണ്ട് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ രണ്ടെണ്ണം ഇപ്പോൾ വെച്ചിട്ടുള്ളൂ, പക്ഷേ ഇതിനും കൂടുതൽ വേണം. അപ്പോൾ ഇത് ആ ഒരു പൊതിയാനുള്ള ഒരു വലുപ്പത്തിൽ പിന്നെ ഉടുക്കാനുള്ള ഒരു വലുപ്പത്തിൽ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ വെള്ളമുണ്ട് അത്യാവശ്യമാണ്. പിന്നെ വേണ്ടത് കെട്ടുടുപ്പാണ്. കെട്ടുടുപ്പ് ഇപ്പോൾ വൈറ്റ് ആണ് ഒന്നും കൂടി നല്ലത്. പിന്നെ ലൈറ്റ് കളറ് അങ്ങനെയായിട്ടാണ് നമ്മൾ കെട്ടുടുപ്പ് എടുക്കുന്നത് ഒന്നും കൂടി നല്ലത്. അപ്പോൾ ആദ്യ ദിവസങ്ങളൊക്കെ ആയാലും കുറച്ച് ദിവസങ്ങളൊക്കെ കെട്ടുടുപ്പ് തന്നെയാണ് കൂടുതലും നമ്മൾ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇനി നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ ഇത്. അപ്പോൾ ഇതൊരു 7 ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലൊക്കെ വന്ന് നോക്കിയതിന് ശേഷം പിന്നീട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ 2 ഇങ്ങനെ ബട്ടൺ വരുന്ന ടൈപ്പ് 2 എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ കണ്ടപ്പോൾ എടുത്തുന്നുള്ളൂ, വീട്ടിലൊക്കെ വന്നിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്തുന്നുള്ളൂ. പിന്നെ ഞാൻ ഡ്രൈ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഡ്രൈ ഷീറ്റ് ശരിക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണം, നമുക്ക് വീട്ടിൽ വന്നാൽ ആവശ്യമാണ്. ഞാനിപ്പോൾ 1 വാങ്ങിയിട്ടുള്ളൂ. പിന്നെ തനുവിൻ്റെ കൂടി ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ വിരിച്ചിട്ടുള്ള ഈ ഓറഞ്ച് ഡ്രൈ ഷീറ്റാണ്. അപ്പോൾ ഇത് പല സൈസിൽ കിട്ടും, സ്മോൾ, മീഡിയം, ലാർജ്. അപ്പം ഞാൻ സ്മോൾ വാങ്ങിയില്ല. സ്മോൾ ഭയങ്കര ചെറുതായിരിക്കും. ജനിച്ച വഴിക്ക് കുഞ്ഞിനൊക്കെ അത് മതിയാവും. പക്ഷെ അവർ കമന്നൊക്കെ തുടങ്ങുമ്പോൾ നീങ്ങി കിടക്കുമ്പോഴൊക്കെ ചെറുത് പോരായാവും. അപ്പോൾ നമുക്കൊരു മീഡിയം സൈസെങ്കിലും മേടിക്കണം. അപ്പം ഞാനിതിപ്പോൾ മീഡിയം സൈസ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ ലാർജ് സൈസ് ഇവിടെ ഉണ്ട്. പിന്നെ വേറെ 2 ഡ്രൈ ഷീറ്റ് കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ 1 വാങ്ങിച്ചുള്ളൂ. ലാർജ് എന്ന് പറയുമ്പോൾ അത് എത്ര വലുപ്പമുണ്ടാവും. ഈ ഒരു ഓറഞ്ച് കാണുന്നത് മുഴുവൻ ലാർജ് സൈസിലുള്ള ഡ്രൈ ഷീറ്റാണ് കേട്ടോ. പിന്നെ ഞാൻ അതുപോലത്തെ ക്യാപ്പ്, ഗ്ലൗസ്, സോക്സ് ആയിട്ടുള്ള സെറ്റ് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതും നമുക്ക് ജനിച്ച ഉടനെ കുഞ്ഞിന് ആവശ്യമാണ്. നന്നായി പൊതിഞ്ഞ് കിട്ടുമ്പോഴൊക്കെ ക്യാപ്പ് വെച്ച് കൊടുക്കണം. പിന്നെ ഗ്ലൗസ്, സോക്സൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ കുഞ്ഞിന് നഖ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മുഖത്തൊക്കെ കൊണ്ട് കോരാതിരിക്കാൻ ഗ്ലൗസ് ഇട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിങ്ങനത്തെ ഒരു 3 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ടർക്കി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ടർക്കി 2 വാങ്ങിച്ചുള്ളൂ. പിന്നെ തനുവിൻ്റെ കൂടി ഇരിക്കുന്നുണ്ട്. അത് നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുള്ള കാരണം ഞാൻ 2 വാങ്ങിച്ചുള്ളൂ. പിന്നെ നമുക്ക് ടർക്കി എന്ന് പറയുമ്പോൾ കുഞ്ഞിന് ഫസ്റ്റ് ദിവസങ്ങളൊക്കെ നന്നായി പൊതിഞ്ഞ് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ടർക്കി എടുക്കാം. പിന്നെ ടർക്കി നമുക്ക് ഉണക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഡെയിലി മാറണമല്ലോ, അപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് വെള്ളമുണ്ട് കുറച്ച് വലുപ്പത്തിൽ, ടർക്കിയുടെ വലുപ്പത്തിൽ കീറിയിട്ട് അതുകൊണ്ട് പൊതിയായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പോൾ ടർക്കിയും വെള്ളമുണ്ടും മാറി മാറി യൂസ് ചെയ്യാൻ വിചാരിച്ചിട്ട് 2 ടർക്കി ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതുപോലത്തെ തോർത്തുമുണ്ട്, നല്ല നൈസായിട്ടുള്ള തോർത്തുമുണ്ടാണ് കേട്ടോ. കുഞ്ഞുങ്ങളുടെയാണ് ഇത്. അപ്പോൾ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമില്ല, കാരണം കുഞ്ഞിന് വീട്ടിലൊക്കെ വന്നിട്ടാണല്ലോ പിന്നെ നമ്മൾ ശരിക്കും കുളിപ്പിച്ചൊക്കെ തുടങ്ങാം. അപ്പോഴേക്കും ആവശ്യമുള്ളൂ. എന്നാലും ഞാൻ 2 വാങ്ങിച്ചു എന്നുള്ളൂ. പിന്നെ ഞാൻ ക്ലോത്ത് ഡയപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 1 വാങ്ങിയിട്ടുള്ളൂ, കാരണം ഞാൻ തനുവിന് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം നമുക്ക് വരണേന്ന്, എത്രത്തോളം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. 2 പാഡ് ഞാൻ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് സെപ്പറേറ്റ് കോട്ടൺ പാഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് നോക്കിയതിന് ശേഷം പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അടുത്തത് നമുക്ക് കുഞ്ഞുങ്ങൾ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ മുഖമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാനായിട്ട് ഇതേപോലത്തെ നല്ല നൈസായിട്ടുള്ള ടവല് ആവശ്യമാണ്. അപ്പോൾ ഇതൊരു സെറ്റിൽ 6 ഉണ്ട്. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. ഇത് ചെറുതുകളാണ്. അപ്പോൾ ഇത് ഇപ്പോഴേക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു സെറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വൈപ്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇത്രയും വലുത് മേടിക്കാൻ കാരണം നമുക്കിത് അത്യാവശ്യം തന്നെയാണ്. തനുവിന് യൂസ് ചെയ്തപ്പോൾ റാഷസൊന്നും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും
ഇത് വലുത് തന്നെ നോക്കി മേടിച്ചു, അത്യാവശ്യമായതുകൊണ്ട്. ചിലർക്ക് റാഷസ് വരുന്നൊക്കെ വിചാരിച്ചിട്ട് ചിലരിത് യൂസ് ചെയ്യില്ല. പക്ഷെ തനുവിന് യൂസ് ചെയ്തിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത് മേടിച്ചു എന്നുള്ളൂ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു പൗഡറും ഒരു സോപ്പുമാണ്. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ശരിക്കും ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കൈ പിടിക്കാതെ മാത്രം. നമ്മൾ വീട്ടിലൊക്കെ വന്ന് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കുളിപ്പിക്കുമ്പോഴും അതിന് ശേഷമൊക്കെയാണ് ഇതൊക്കെ ആവശ്യം വരുന്നുള്ളൂ. എന്നാലും ഞാനൊരു സോപ്പും പൗഡറും മാത്രം വാങ്ങിച്ചു വെച്ചു മാത്രം. പിന്നെ ഞാൻ ബെഡ് വിത്ത് മൊസ്കിറ്റോ നെറ്റുള്ളത് കൈ പിടിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എന്തായാലും കൊതുകുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുഞ്ഞിനെ ഈ ഒരു ഇതിൽ കെടുത്തായിരിക്കും നല്ലത്. പാലൊക്കെ കുടിച്ചു കഴിഞ്ഞ് കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ഇതിൽ കെടുത്തായിരിക്കും നല്ലത്. ഇത് ഞാൻ പുതിയത് വാങ്ങിച്ചതല്ല, അത് തനുവിൻ്റെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൈ പിടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇത് നന്നായി കഴുകി അന്നേ തന്നെ ഉപയോഗം കഴിഞ്ഞപ്പോൾ ഞങ്ങളത് അതിൻ്റെ തന്നെ കവറിലാക്കി എടുത്തു വെച്ചതായിരുന്നു. അതുകൊണ്ട് ഒരു കുഴപ്പം ഇതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി നല്ല വെയിലുണ്ടായിരുന്ന സമയത്ത് ഉണക്കി വെച്ചിട്ടുള്ളതാണ്. ഒട്ടും തന്നെ നനവൊന്നുമില്ല, നന്നായി ഉണക്കി വെച്ചിട്ടുള്ളതാണ്. പൊടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത് ശരിക്കും അതിൻ്റെ കവറുണ്ട്, ആ കവറിലാക്കി വെക്കണം. അപ്പോൾ അങ്ങനെ തനുവിൻ്റെ ഉള്ള കാരണം ഇത് പുതിയത് മേടിച്ചില്ല. പക്ഷേ നമുക്ക് ഹോസ്പിറ്റലായാലും വീട്ടിൽ വന്നാലായാലും ഉപയോഗം ഉള്ളതാണ്. പിന്നെ ആദ്യ ദിവസങ്ങളൊക്കെ ഇതിൽ കെടുത്താം. പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞ് കമന്നൊക്കെ കിടന്നു തുടങ്ങുമ്പോൾ ഇതിൽ നിന്നൊക്കെ ചാടിപ്പോവും. അപ്പോൾ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ നെറ്റ് മാത്രമുള്ളത് വാങ്ങിക്കാൻ കിട്ടും, അതായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പം അതുവരെ യൂസ് ചെയ്യാനായിട്ട് ഇത് വേണ്ടു. അതുകൊണ്ട് പുതിയതൊന്നും മേടിച്ചില്ല, തനിനുണ്ടായിരുന്നു തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളെ ഞാൻ കുഞ്ഞിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൈ പിടിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ബോക്സിലായിട്ട് ഒതുക്കണം. പിന്നെ ഡെലിവറി ബാഗ് പാക്ക് ചെയ്യുന്നത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.